ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ക്ലീ ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനി ക്ലീ എക്സാമിന് ഇനി 1-2 മാസമാണുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇനി പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ക്ലീ, എങ്ങനെയാണ് ക്ലീ പഠിക്കേണ്ടത്, ഓരോ സെക്ഷനും എങ്ങനെയാണ് നോക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സ്റ്റഡി പ്ലാൻ, ഒരു ടൈം ടേബിൾ, അല്ലെങ്കിൽ എങ്ങനെ ഈ ഓരോ കോൺസെപ്റ്റും പഠിക്കണം എന്നുള്ള ഒരു ടൈം ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞു തരാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഓരോ സെക്ഷൻ വൈസ് നമുക്ക് എന്തൊക്കെ പഠിക്കണമെന്നും ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണമെന്നും ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ എടുക്കുന്നത് ഇംഗ്ലീഷ് സെക്ഷൻ നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം കൂടുതൽ പേർക്കും ഇംഗ്ലീഷ് കുറച്ച് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. കാരണം ഇംഗ്ലീഷിന് എന്താണ് നോക്കേണ്ടത്, ഇംഗ്ലീഷ് വലുതായിട്ട് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ പഠിച്ചാലായിരിക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഇംഗ്ലീഷ് അറിയാത്തതൊരു പ്രശ്നമാവുമോ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മുടെ ക്ലീ എക്സാമിന് ഇംഗ്ലീഷ് സെക്ഷൻ ഉണ്ട്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെക്ഷനാണ്, നമ്മുടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം പോലെയും. അപ്പോൾ ഇംഗ്ലീഷ് സെക്ഷനിൽ നമുക്ക് കുറച്ച് ഇനിയുള്ള 1-2 മാസം, ഇനി നമുക്ക് ഏറ്റവും മിനിമം 1 മാസം കിട്ടും. ഇപ്പോൾ ഈ മാസം ഇനിയിപ്പോൾ ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വന്നാലും നമുക്ക് 1 മാസം എന്തായാലും കിട്ടും. അപ്പോൾ ആ 1 മാസത്തിൽ നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം ഒന്ന് ആ സിലബസ് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഇംഗ്ലീഷിൽ. അപ്പോൾ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിക്കണം എന്നറിയണം, ഏതൊക്കെ ഏരിയാസ് വേണം കൂടുതൽ പഠിക്കാനെന്നറിയണം, ദിവസം എത്ര സമയം വെച്ച് നമുക്കത് പഠിക്കാം എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നിട്ട് അത് നിങ്ങൾ ചെയ്യണം. ഇംഗ്ലീഷ് ഈ പറയുന്ന പോലെ നിങ്ങൾ ആ ഏരിയാസൊക്കെ ഒന്ന് നോക്കി പഠിച്ച് വരണം. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ക്ലീ എക്സാം നമുക്ക് സ്റ്റേറ്റ് ലെവൽ എൻട്രൻസിൽ നമുക്ക് നോക്കുമ്പോൾ സ്റ്റേറ്റ് ലെവൽ ലോ എൻട്രൻസിൽ നമുക്ക് നോക്കുമ്പോൾ ക്ലീ എക്സാം അത്യാവശ്യം ടഫാണ്. കാരണം ടഫ് എന്നല്ല, ഒരു മീഡിയം ലെവൽ എക്സാമാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ഏരിയ ടച്ച് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസാണ്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമാണ്. നമുക്ക് അത്രയും സീറ്റുകളും ഉണ്ട് അതനുസരിച്ച് തന്നെ, പക്ഷേ ഗവൺമെൻറ് സീറ്റ് അത്യാവശ്യം കുറവാണ്. അപ്പോൾ നമ്മളുടെ 3 ഇയർ ആയാലും 5 ഇയർ ആയാലും ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സെക്ഷൻ എങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ അത്യാവശ്യം മാർക്സ് സ്കോർ ചെയ്യാം, ഇനി പഠിച്ചു തുടങ്ങാനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും തന്നെ അറിയാത്തവരും ഇനി ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ല മാർക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യവും പിൻ പോയിൻ്റായിട്ട് ഓരോന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ക്ലീ ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇംഗ്ലീഷ് സെക്ഷനിൽ നമുക്ക് അത്യാവശ്യം മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്, എന്തൊക്കെ ഏരിയാസ് വേണം നമ്മൾ നോക്കാനായിട്ട്, എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്, അത് ഏത് തരത്തിൽ, അതായത് ഓരോന്നിൻ്റെയും വെയിറ്റേജ്, ഓരോ ടോപ്പിക്കിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണ്, എന്തൊക്കെ ബുക്സ് നമുക്ക് റെഫർ ചെയ്യാം, അതുപോലെ വെബ്സൈറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് തന്നെ ക്ലീയിൽ നമുക്ക് ജനറൽ ഇംഗ്ലീഷ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് 60 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് നമ്മുടെ സിലബസിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. 60 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നമ്മുടെ ക്ലീ എക്സാമിൽ ടോട്ടൽ വരുന്ന 200 ക്വസ്റ്റ്യനിൽ 60 ക്വസ്റ്റ്യനും ഇംഗ്ലീഷാണ്. അതായത് നമുക്ക് മാക്സിമം ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് 180 മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് ഇംഗ്ലീഷ് സെക്ഷനിൽ നിന്ന് മാത്രം. പക്ഷേ നമുക്ക് എല്ലാ ഇംഗ്ലീഷ് എന്നും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പർ ആയാലും തന്നെയും ജനറൽ ഇംഗ്ലീഷിലെ എല്ലാ സെക്ഷൻ, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും മാർക്സ് അറ്റൻഡ് ചെയ്യാനോ, എല്ലാ 60 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യൻസും ശരിയാക്കാനോ പറ്റില്ല. ഏറ്റവും നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റിയാലും ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് ശരിയാക്കാനായിട്ട് പറ്റും, ഒരു 30 to 40. അപ്പം അത് എങ്ങനെ പഠിച്ചാലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ ചാൻസ് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ജനറൽ ഇംഗ്ലീഷിനെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. അതായത് ഇംഗ്ലീഷിലുള്ള ടോപ്പിക്സ് 3 ഡിവൈഡ് ചെയ്യാം. അതിൽ ആദ്യം എന്ന് പറയുന്നത് ഗ്രാമറാണ്. ഗ്രാമറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് 3 അതായത് നമുക്ക് 60 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഇങ്ങനെ തന്നെ, അതായത് ഈ ഒരു വെയിറ്റേജിൽ തന്നെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് ക്ലീയുടെ, അത് സിയുടെ എക്സാമിൻ്റെ കൺട്രോളേഴ്സിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്, അവരെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നതെന്നുള്ളത്. പക്ഷേ എന്നാലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 60-ൽ 20 അങ്ങനെ നമുക്ക് 3 പാർട്ടായിട്ട് നോക്കാം. അതിലിപ്പോൾ ഓൾമോസ്റ്റ് 20 to 25 ക്വസ്റ്റ്യൻസ് ഗ്രാമർ കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ വൊക്കാബുലറിയാണ്. അതും ഒരു ഏകദേശം 20 ക്വസ്റ്റ്യൻസോളം വൊക്കാബുലറി വരുന്നുണ്ട്. പിന്നെ വരുന്നത് കോംപ്രിഹെൻഷൻ പാസേജസ്, റീഡിങ് കോംപ്രിഹെൻഷൻ പാസേജസ്. അത് നമുക്കൊരു 10 to 12 ക്വസ്റ്റ്യൻസ് അത്രേ വരത്തുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഗ്രാമറും വൊക്കാബുലറിയും നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഗ്രാമറിലും വൊക്കാബുലറിയിലൊക്കെ എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് അതറിയണ്ടേ. അപ്പം
അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഗ്രാമറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ചോദിക്കും, പ്രിപ്പോസിഷൻസ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, റീഅറേഞ്ചിങ് പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. അതായത് അവർ ഒരു സെൻറ്റൻസിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് ഓപ്ഷൻ എ ബി സി അങ്ങനെ ഡി എന്ന് പറഞ്ഞിട്ട് 4 ആ ഒരു സെൻറ്റൻസിനെ ഡിവൈഡ് ചെയ്ത് തരും. ആ സെൻറ്റൻസിനെ കറക്റ്റ് ഓർഡർ ആക്കി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് റീഅറേഞ്ചിങ് പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് മോസ്റ്റ് ഇഫക്റ്റീവ് വേർഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് കൂടുതലും നമുക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, സൂപ്പർലേറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, അങ്ങനെയുള്ള ആ ഒരു ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമുക്ക് അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ്, ആഡ് വെർബ് എക്സെട്ര. പിന്നെ വരുന്നത് എറർ സ്പോട്ടിംഗ് ആൻഡ് എറർ കറക്ഷൻ. അത് 10 ക്വസ്റ്റ്യൻസോളം ഒരു എറർ സ്പോട്ടിംഗ്, എറർ കറക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഒരു ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വരാറുണ്ട് എറർ കറക്ഷൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ സെൻറ്റൻസ് ബേസിക്കലി അവർ ടെസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെൻസസ് അറിയണം, അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് അറിയണം, കോൺകേർഡ് അറിയണം, അതുപോലെ കണ്ടീഷണൽ ക്ലോസസ് അറിയണം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോഴാണ് നമ്മളുടെ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. തെറ്റുണ്ടോ തെറ്റില്ലയോ, തെറ്റുണ്ടെങ്കിൽ അത് ഏത് പാർട്ട് എന്നുള്ളൊരു കാര്യം. അതൊരു 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഗ്രാമറിൽ ഇത്രയും ഏരിയാസ് ആയിരിക്കും ഗ്രാമറിൽ വരുന്നത്. ഈ ഗ്രാമർ ഇങ്ങനെ 3 സെക്ഷനായിട്ടൊന്നും ഡിവൈഡ് ഇല്ല. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ക്ലീയിൽ ചിലപ്പോൾ ഈ 4 സെക്ഷൻസ്, അതായത് ജനറൽ ഇംഗ്ലീഷ്, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, മാത്സ്, അതായത് അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, പിന്നെ GK, ഇങ്ങനെ 4 സെക്ഷൻ. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണല്ലോ, അപ്പം ചിലപ്പോൾ 4 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തൊന്നും കിട്ടില്ല ക്വസ്റ്റ്യൻ പേപ്പർ. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഏത് വരും, ഇംഗ്ലീഷ് വരുമോ, ഫസ്റ്റ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് വരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഇംഗ്ലീഷൊക്കെ വന്നത്. അപ്പം നമുക്ക് ആ ഒരു ഓർഡർ ഒന്നുമില്ല. പക്ഷേ വരുമ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാമർ ഇംഗ്ലീഷിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 60 ക്വസ്റ്റ്യനും ഇംഗ്ലീഷ്, അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ഏത് ആണ് ആദ്യം നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ഏത് സെക്ഷനാണ് വരുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഇംഗ്ലീഷ് ചെയ്യാമെന്ന് മാറ്റി വയ്ക്കാൻ നമുക്ക് പിന്നെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേറെ ക്വസ്റ്റ്യനിലോട്ട് മാറാം. വേറെ ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് ഇപ്പം 60th ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 70th ക്വസ്റ്റ്യൻ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനിലോട്ട് മാറാൻ പറ്റും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല ഫസ്റ്റ് ഏത് സെക്ഷനാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഇത്രയും സെക്ഷൻസ് ഗ്രാമറിൽ ഇത്രയും ക്വസ്റ്റ്യൻസും കൂടി അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് എല്ലാത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ആർട്ടിക്കിൾസും പ്രിപ്പോസിഷനും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ചിലപ്പോൾ ചോദിക്കുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ എറർ സ്പോട്ടിംഗ്. അപ്പം 60 ക്വസ്റ്റ്യൻ ഉണ്ട്. 60 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യനോളം ചിലപ്പോൾ ഗ്രാമറിന് വരുന്നതെന്ന് വിചാരിക്കുക. 20 to 25 ക്വസ്റ്റ്യൻസ് ഗ്രാമറിനാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾസ്, 5 ക്വസ്റ്റ്യൻ പ്രിപ്പോസിഷൻ, ഒരു 5 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൊരു 10 ക്വസ്റ്റ്യൻ എറർ സ്പോട്ടിംഗ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അല്ല എങ്കിൽ പ്രിപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, റീഅറേഞ്ചിങ് പാർട്സ് ഓഫ് എ സെൻറ്റൻസ്, അങ്ങനെ വരാം. അപ്പോൾ കോമ്പിനേഷൻ ഏത് വേണമെന്ന് ക്വസ്റ്റ്യൻ ഇടുന്നവർക്കാണ് അറിയാൻ പറ്റുന്നത്. ഇതിൽ ചിലപ്പോൾ നമ്മൾ ആർട്ടിക്കിൾസും പ്രിപ്പോസിഷൻസും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും കുറച്ച് ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോകും. പക്ഷേ അതിൽ നിന്നൊരു ക്വസ്റ്റ്യനും ഉണ്ടാവില്ല, വേറെ ആയിരിക്കും. ഇപ്പോൾ ആർട്ടിക്കിൾസും പ്രിപ്പോസിഷനും ക്വസ്റ്റ്യൻ ടാഗും നമ്മൾ പഠിച്ചു, ബാക്കിയുള്ളതൊന്നും നോക്കിയില്ല. നമുക്ക് അത്രയും മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടായിട്ട് പോകുന്നു. പക്ഷേ ചിലപ്പോൾ അവർ ചെല്ലുമ്പോൾ ചോദിക്കുന്നത് എറർ സ്പോട്ടിങ്ങും റീഅറേഞ്ചിങ്ങും പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും, ഈ ഒരു 3 സെക്ഷൻസ് ആയിരിക്കും. ഇത്രയും 4ൽ നിന്നും ക്വസ്റ്റ്യൻസ് വരില്ല. അങ്ങനെയാണ് നമ്മളുടെ ഓരോ വർഷം ക്ലീയുടെ പാറ്റേൺ എന്ന് വരുന്നത്. അപ്പം ക്ലീയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അവർ എല്ലാ സെക്ഷൻസ്, അതായത് ആർട്ടിക്കിൾസിൽ നിന്നും പ്രിപ്പോസിഷൻ, ഈ ഇത്രയും കൊടുത്തിരിക്കുന്ന ഈ ഒരു 8 അല്ലെങ്കിൽ 7 ടോപ്പിക്സ് ഉണ്ടല്ലോ, ഈ 7 ടോപ്പിക്സ് എല്ലാം കൂടി ചോദിക്കില്ല. അവരേതെങ്കിലും 4-3 ഏരിയാസിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ പഠിച്ചേ പറ്റൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇനി ഇതിൽ ഓരോന്നും എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റഡി ദ റൂൾസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്. നിങ്ങൾ ഏതൊരു സംഭവം പഠിച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ കുറച്ച് റൂൾസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇതിനൊക്കെ റൂൾസ് ഉണ്ട്. അപ്പം ആർട്ടിക്കിൾസ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിളൊക്കെ ഏത് സ്ഥലത്ത് ചേർക്കണം എന്നറിയണം എന്നുണ്ടെങ്കിൽ അതിന് റൂൾസ് അറിയണം. ആദ്യം അതിൻ്റെ റൂൾസ് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുക. ആർട്ടിക്കിൾസിൻ്റെയും പ്രിപ്പോസിഷൻ്റെയൊക്കെ റൂൾസ് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ആ റൂൾസ് പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്റ്റഡി ദ റൂൾസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്. റൂൾസ് പഠിച്ചതിന് ശേഷം മാത്രം, കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ നിങ്ങൾ ആർട്ടിക്കിൾസിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ അത് എന്തായിരിക്കും, ഫുൾ തെറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയായത്. അപ്പോൾ അതിന് നിങ്ങൾ റൂൾസ് അറിയണം. റൂൾസ് അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് തെറ്റും. കാരണം നമ്മളുടെ ഗ്രാമറാണ്, നമുക്ക് എല്ലാം സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, നമ്മളുടെ കറക്റ്റ് ആൻസേഴ്സിൻ്റെ എണ്ണം കൂട്ടി വരിക, അതേ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ലൈക്ക് സബ്ജക്ട്, വെർബ്, എഗ്രിമെൻറ്റ്, വേർബ്സ്, നൗൺസ് എക്സെട്ര. അപ്പോൾ നമ്മുടെ ബേസിക് ഗ്രാമർ റൂൾസ് ഉണ്ടല്ലോ, നമ്മൾ സ്കൂൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, സ്കൂൾ ലെവൽ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഇംഗ്ലീഷിലെല്ലാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സെൻറ്റൻസ് എന്താണ്, സെൻറ്റൻസിൽ എന്തൊക്കെയുണ്ട്, ഒരു സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ് എന്താണ്, അതോടൊപ്പം നിങ്ങൾ നൗൺസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട്, കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർബ്സ് തന്നെ പലതുണ്ട്, ആഡ് വേർബ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നും അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. പക്ഷേ നമ്മൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാതിരുന്നാൽ നമുക്കൊന്നും ഒന്നും അറിയാൻ പറ്റില്ല. എക്സാം സമയത്ത് ഈ റൂൾസ് മാത്രം അറിയാം, പക്ഷേ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. അപ്ലൈ ചെയ്യണം എങ്ങനെയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. ഫസ്റ്റ് ആ റൂൾസ് മനസ്സിലാക്കുക, അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇനി നമുക്കൊരു മാസം എന്തായാലും മിനിമം കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു 5 days മതി ഈ ബേസിക്സ് മനസ്സിലാക്കാൻ. വെറും 5 days കൊണ്ട് നമുക്ക് ഈ ബേസിക്സ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ നിങ്ങൾ നാളെ തൊട്ടാണ് ഗ്രാമർ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു. അപ്പോൾ നാളെ ഫസ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്ജക്ട്, ഒരു സെൻറ്റൻസ് എന്താണ്, സെൻറ്റൻസിൽ വരുന്നത് എന്താണ്, വേർബ് എന്താണ്, നൗൺ എന്താണ്, വേർബ് എന്താണ്, ഒരു സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് വേർബ്സ് പ്ലേസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യം പഠിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടെൻസസ് കൂടി പഠിക്കുക. ടെൻസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെൻസസ് ഏതാണ്, അതിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് ജസ്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് റൂൾസ്. നമുക്ക് മാത്സിലെ പോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ്, ഫോർമുലാസ് ഉള്ളതുപോലെ നമ്മളുടെ ഇംഗ്ലീഷിലും ഇതുപോലെ റൂൾസ് ഉണ്ട്, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക. അതിനുശേഷം ആ കോൺസെപ്റ്റ് വെച്ച്, അതായത് ടെൻസസ് വെച്ചിട്ടും ഈ നൗൺസ്, വേർബ്സിൻ്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ്, എല്ലാത്തിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ചൊന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെൻറ്റൻസിൻ്റെ എറർ കറക്ഷനും എറർ സ്പോട്ടിങ്ങും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അതുപോലെ പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ആർട്ടിക്കിൾസിൻ്റെയും പ്രിപ്പോസിഷൻ്റെയും ബേസിക് റൂൾസ് പഠിക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ ചെയ്ത് മനസ്സിലാക്കുക. റൂൾസ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ റൂൾസ് ഭയങ്കര ഈസിയാണ്. ക്വസ്റ്റ്യൻ ടാഗൊക്കെ വളരെ ഈസിയാണ്, അതിനും കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ്സും ഈസിയാണ്. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചും നമ്മൾ കറക്റ്റായിട്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റും ഒക്കെ നമ്മൾ ഇതൊക്കെ ബേസിക്സ് ഒക്കെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേസിക്സ് ആദ്യമേ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യനും, ഇതിലേത് ക്വസ്റ്റ്യൻ ചെയ്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിലും ഇതുപോലെ അതിലും കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസ് മനസ്സിലാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്കൊരു 5 days കൊണ്ട് ഈ ഓരോന്നിൻ്റെയും ബേസിക്സ് പഠിക്കാൻ പറ്റും. ബേസിക്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇപ്പം ആദ്യത്തെ ദിവസം ഇപ്പോൾ ടെൻസസും പഠിച്ചു, ഇപ്പം നൗൺസും വേർബ്സും ഒക്കെ പഠിച്ചു. അപ്പോൾ ആ ദിവസം തന്നെ നിങ്ങൾ അതിൻ്റെയൊക്കെ കുറച്ച് 5-6 ക്വസ്റ്റ്യൻസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഈ പഠിച്ച റൂള് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം പിറ്റേ ദിവസം അടുത്ത റൂൾസ്, അതായത് ആർട്ടിക്കിൾസ്, പ്രിപ്പോസിഷൻ, അതിൻ്റെ റൂൾസ്, അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 5 days കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക്സ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും, ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ ഓരോ ദിവസവും, അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു മണിക്കൂർ, ദിവസം 1 മണിക്കൂർ വെച്ച് എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അതായത് ഗ്രാമറിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് ക്വസ്റ്റ്യൻസ് ഡെയിലി. ഫസ്റ്റ് ബേസിക്സ് മനസ്സിലാക്കുക. അതിനുശേഷം ഡെയിലി ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കോൺസെപ്റ്റ് ഓർമ്മ നിൽക്കുള്ളൂ. എക്സാം സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ വേണം അതിൽ ആൻസർ വരുന്നത്, അപ്പോൾ ആ റൂൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഇതിന് നിങ്ങൾ ഡെയിലി ഫസ്റ്റ് ബേസിക്സ് പഠിക്കാൻ വേണ്ടി ഞാൻ ടൈം പറയുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അത്രയും സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ബേസിക്സിന് സമയം കൊടുക്കുക, ബേസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം തുടക്ക ദിവസങ്ങളിൽ നിങ്ങൾ നല്ല സമയം തന്നെ, ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല സമയം കൊടുക്കുക. ഇംഗ്ലീഷിന് തന്നെ ഒരു 2-3 മണിക്കൂറൊക്കെ കൊടുക്കുക. കാരണം നിങ്ങൾക്ക് ഇനി 1 മാസമാണ് നമുക്കുള്ളത്. അപ്പോൾ നല്ലൊരു മാർക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരുപാട്, അത് നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം പറ്റുന്ന അത്രയും പഠിക്കണം. അതിനുവേണ്ടി ആദ്യം ബേസിക്സിന് നിങ്ങൾ പഠിച്ച് ആ റൂള് മനസ്സിലാക്കി അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, സമയം കണ്ടെത്തുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 1 മണിക്കൂറോ 2 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് ഡെയിലി ഈ എല്ലാ ബേസിക്സും പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. മനസ്സിലായ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അതിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബേസിക്സ് പഠിച്ചതിന് ശേഷം 1-2 മണിക്കൂർ, മാക്സിമം 1.5 മണിക്കൂറിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത്
പഠിക്കുക. ഇതാണ് ഗ്രാമർ സെക്ഷനിൽ വരുന്ന കാര്യം. അപ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്, ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ റൂൾസ് നിങ്ങളൊന്നും കൂടി പൊടി തട്ടി എടുക്കുക എന്നുള്ളതാണ് ഗ്രാമറിൽ നിങ്ങൾക്ക് വരുന്നൊരു കാര്യം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ബേസിക്സിന് എന്ത് ചെയ്യുക, ബേസിക്സിന് നിങ്ങൾക്ക് സമയം, ആ ബേസിക് റൂൾസ് പഠിക്കുന്നത് വരെ നിങ്ങൾക്ക് സമയം കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ 1-1.5 മണിക്കൂറൊക്കെ ഡെയിലി ഗ്രാമറിന് വേണ്ടിയിട്ട്, ഗ്രാമർ സെക്ഷൻ മാത്രമാണ് പറയണത്, 1 മണിക്കൂർ മതിയാവും. പിന്നുള്ള ദിവസം ബേസിക്സ് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നുള്ള ദിവസങ്ങളിൽ 1 മണിക്കൂർ ഈ ഗ്രാമറിന് പറഞ്ഞിരിക്കുന്ന ഇത്രയും ഏരിയാസ്, ഈ ഗ്രാമറിന് പറഞ്ഞിരിക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ, ഈ ഏരിയാസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്കൂറിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അടുത്ത വൊക്കാബുലറിയാണ്. വൊക്കാബുലറിയിൽ എന്തൊക്കെ വരും? സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് വരുന്ന വൊക്കാബുലറിയിലാണ്. ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, കളക്റ്റീവ് നൗൺസ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ്. അപ്പോൾ ഈ വൊക്കാബുലറി എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം? വൊക്കാബുലറി ചെയ്യുമ്പോൾ ഈ വൊക്കാബുലറിയിൽ കുറച്ചും കൂടി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാമറിന് ആ ബേസിക് റൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 70%, 75% നമുക്ക് ആ ഗ്രാമറിൽ ഒരു 20 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നിടത്ത് നമുക്കൊരു 10-15-17 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, മീൻസ് കറക്റ്റ് ആക്കാൻ പറ്റും ആ ബേസിക് റൂൾസ് അറിഞ്ഞാൽ. പക്ഷേ വൊക്കാബുലറിയുടെ കാര്യം അതല്ല. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന സിനോണിംസോ ആൻറ്റോണിംസോ ഒന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്, ഇഡിയംസ് ആയാലും അങ്ങനെയാണ്. പക്ഷേ ഇഡിയംസൊക്കെ ബേസിക് ആയിട്ട് ഈസി ആയിട്ടുള്ള ഇഡിയംസൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയാലും. പക്ഷേ എന്നാലും നമ്മൾ സിനോണിംസ് ആൻറ്റോണിംസിലൊക്കെ കുറച്ച് നമുക്ക് അറിയാത്തതൊക്കെ വരും. അതിനെന്ത് ചെയ്യണം? ഈ ഓരോ ടോപ്പിക്കിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി 10 ക്വസ്റ്റ്യൻസ്. അത് പിറ്റേ ദിവസം ആകുമ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ച 10 ക്വസ്റ്റ്യനും കൂടി നാളെ റിവൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ബാക്കി 10 കൂടി പഠിക്കണം. അങ്ങനെ അത് ദിവസം ഒരു 1-1.5 മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു അത് പറ്റും. സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്, ഇപ്പം നിങ്ങൾ ഒരു വേർഡിൻ്റെ സിനോണിം പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആൻറ്റോണിം പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ ആവും സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസിൻ്റെ. അതുപോലെ ഫ്രേസൽ വേർബ്സ് ഒരു 10. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഒരു 10 വെച്ച് പഠിക്കുക. പിന്നെ ഫോറിൻ വേർഡ്സ്, നമ്മളുടെ ഈ ലാറ്റിൻ ലീഗൽ മാക്സിംസിലൊക്കെ വരുന്ന സംഭവം തന്നെയാണ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്. അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ ഒരു 10. സ്പെല്ലിംഗ് ടെസ്റ്റ്, സ്പെല്ലിംഗ് കറക്റ്റാക്കാൻ കുറച്ച് പാടുള്ള സ്പെല്ലിങ്സ് ഒക്കെ, പക്ഷേ ബേസിക് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന നമ്മളെപ്പോഴും പറയുന്ന സ്പെല്ലിങ്സ് ആയിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും, അങ്ങനത്തേതായിരിക്കും ചോദിക്കുന്നത്. പിന്നെ കളക്റ്റീവ് നൗൺസ്, ഇതിൻ്റെയൊക്കെ 10 ക്വസ്റ്റ്യൻസ് വെച്ച് ഡെയിലി പഠിക്കാം. അതിലെന്തായാലും നമുക്കൊരു 20 ക്വസ്റ്റ്യൻ വൊക്കാബുലറിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു 10 നമുക്ക് ശരിയാക്കാൻ പറ്റും. കാരണം വൊക്കാബുലറി ഇച്ചിരി പാടാണ്. ഒരു 10 നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും. സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് ഒക്കെയാണ് കൂടുതലും നമുക്ക് തെറ്റുന്നത്. അതുപോലെ ഇഡിയംസിലും കുറച്ച് നമുക്ക് അറിയാത്തതൊക്കെ വരും. ബാക്കിയൊക്കെ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീക്കെൻഡ് ആകുമ്പോൾ, സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടെസ്റ്റ്, നിങ്ങൾ ആ ഒരു ആഴ്ച പഠിച്ചതിൻ്റെ ഒരു ടെസ്റ്റ് സ്വന്തമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് അതിൻ്റെ ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് എത്ര ഓർമ്മയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റിവിഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കളയാതെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കണം. അപ്പോഴേ എക്സാം വരുമ്പോൾ നമുക്ക് ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ നോക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഓപ്ഷനിൽ ഏതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് നമ്മൾ ടിക്ക് ചെയ്ത് പോകും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, അതിന് റിവിഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഒരു റിവിഷൻ ചെയ്യുക. അപ്പോൾ വൊക്കാബുലറി നമ്മുടെ ഗ്രാമറിനെക്കാട്ടും കുറച്ചും കൂടി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പാടാണ്. കാരണം സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് അതൊക്കെ തന്നെയാണ് കാര്യം. നമ്മൾ കേട്ടിട്ടില്ലാത്തതൊക്കെ വരും അതുകൊണ്ട്. അതുപോലെ അബ്രിവിയേഷൻസ് ആയാലും കളക്റ്റീവ് നൗൺസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ. എന്നാലും നമുക്ക് അത്യാവശ്യം ഇത് നിങ്ങൾ ഡെയിലി 10 ക്വസ്റ്റ്യൻ വെച്ച് ഡെയിലി 10 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത റീഡിങ് കോംപ്രിഹെൻഷൻ പാസേജസ് ആണ്. എപ്പോഴും പറയുന്ന പോലെ മിനിമം 5 ക്വസ്റ്റ്യൻസ് വരാം, മാക്സിമം 10 to 12 പാസേജസ് വരാം, മിനിമം 5 പാസേജസ് വരാം. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ 5 പാസേജാണ് വന്നത്. ഇത് 2022 ക്ലീയിൽ എത്ര ഒരു 11 പാസേജോളം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ പാസേജിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം 5 പാസേജാണ് ചോദിച്ചിരുന്നത്. അതിൽ ഓരോന്നിലും ഓരോ ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിൾ പാസേജസ് ആണ്, പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് വായിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ടൈം കൺസ്യൂമിംഗ് ആണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഒറ്റ പാസേജിൽ നമുക്ക് 1 ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ മാത്രമേ ഒരു പാസേജിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ.
അപ്പോൾ നമ്മൾ ആ ഒരു പാസേജ് വായിക്കുന്ന സമയം നഷ്ടമാണ്. നമുക്ക് കൂടിപ്പോയാലും നമുക്ക് ഒരു പാസേജിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ടും ശരിയായാലും നമുക്ക് 6 മാർക്കാണ് കിട്ടുന്നത്. പക്ഷെ അതിനെടുക്കുന്ന സമയം കൂടുതലായിരിക്കും. അതുമല്ല, ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത് ഒരു പാസേജിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരെണ്ണം ശരിയായാലും 3 മാർക്കേ കിട്ടുന്നുള്ളൂ. പക്ഷേ സമയം കൂടുതലായിരിക്കും. അപ്പോൾ ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് വന്നതിലുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സമയം കിട്ടില്ല. സമയം ഒരുപാട് പോകും. ബാക്കിയുള്ള മാത്സ് ഒക്കെ ചെയ്യാനുള്ള സമയമൊക്കെ ഇവിടെ പോകും. അതുകൊണ്ടാണ് അത് 1 or 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞ പോലെ 1 or 2 അത്രയാണ് വരുന്നത് ഇപ്പോൾ ക്ലീയിൽ. ഈ വർഷം അതെങ്ങനെയാവും നമുക്കറിയില്ല. ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നാൽ പാസേജ് കുറച്ച് പാടാവും. ഇതിപ്പോൾ സിമ്പിൾ പാസേജാണ്, അതുകൊണ്ടാണ് 1-2 ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ. ഇനി ഇതെങ്ങനെ നോക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡെയിലി 1 or 2 പാസേജസ്, ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾ ഗ്രാമറിൻ്റെയൊക്കെ ബേസിക്സ് പഠിക്കാനുള്ളത് കൊണ്ട് ഡെയിലി ഒരു പാസേജ് വെച്ച് ഇപ്പോൾ തൽക്കാലം നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിൾ പാസേജ് വെച്ച് സ്റ്റാർട്ട് ഫ്രം സിമ്പിൾ പാസേജസ് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് സിമ്പിൾ പാസേജ് നിങ്ങൾക്കൊന്ന് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ മീഡിയം ലെവൽ പാസേജസ് ട്രൈ ചെയ്യുക. കാരണം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിളായിട്ടുള്ള പാസേജസ് ആണ് ക്ലീയിൽ വരുന്നത്. ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ബിഗിനറായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു വലുതായിട്ട് പാസേജസ് ഒന്നും അങ്ങനെ വായിച്ച് അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പതിയെ വായിക്കണം. അതായത് സ്ലോലി നിങ്ങൾ വായിക്കാനായിട്ട് ശ്രമിക്കണം. അതിൻ്റെ പാസേജിൻ്റെ ഐഡിയ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതിനകത്ത് നിങ്ങൾ ഒരുപാട് പാസേജസ് ചെയ്യുമ്പോൾ പുതിയ വാക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ആ വേർഡ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ബുക്ക്, ഇംഗ്ലീഷിനുവേണ്ടി ഒരു ബുക്ക് മാറ്റുക. ആ ബുക്കിനകത്ത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അതിൻ്റെ മീനിങ്സും ഓപ്പോസിറ്റ്സും പഠിക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വേർഡ്സ്, അപ്പോൾ നമുക്ക് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് ആ വേർഡൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ടൈം മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളൊരു ടൈമർ വെച്ച് തന്നെ പാസേജസ് സോൾവ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമയം നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരു പാസേജ് വായിച്ചെടുത്ത് തന്നെ ആൻസർ ചെയ്യുന്ന സമയം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കുക. അത് എപ്പോഴും പറയുന്നതാണ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നമ്മളുടെ ഹിന്ദു ന്യൂസ് പേപ്പർ അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ വായിക്കാം. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് കുറച്ചും കൂടി ഹിന്ദു ന്യൂസ് പേപ്പറിനെക്കാട്ടിയും ഈസി. അപ്പോൾ ഒരു ബിഗിനർ ആകുമ്പോൾ നിങ്ങൾ ആദ്യം ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുക. അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഹിന്ദു വായിക്കാം. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് കുറച്ചും കൂടി നമുക്കൊരു ബിഗിനർ എന്ന നിലയ്ക്ക് നമുക്ക് വായിക്കാനായിട്ട് ഈസി ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പാസേജിൽ മറ്റൊരു കാര്യം എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പാസേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ എക്സാം സമയത്ത് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്, ഇപ്പോഴുള്ള കാര്യമല്ല. ഇപ്പോൾ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ പാസേജസ് ചെയ്യുന്ന സമയത്ത്, പാസേജസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ എക്സാമിന് ഒരു പാസേജും അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കാണും. ആ ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ആ ക്വസ്റ്റ്യൻ പാസേജിൻ്റെ ഫസ്റ്റ് 2-3 സെൻറ്റൻസിനകത്ത് തന്നെ അതിൻ്റെ ആൻസർ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫുൾ പാസേജ് വായിച്ച് സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഇല്ല, നമ്മൾ ആ പാസേജ് ഫുൾ വായിച്ച് ക്വസ്റ്റ്യനിലോട്ട് കടക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ പാസേജിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസിലോ സെക്കൻഡ് സെൻറ്റൻസിലോ ആയിരിക്കും. അത് അത്രയും പാസേജ് വായിച്ചത് സമയം നഷ്ടമാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അതിൻ്റെ ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് പാസേജ് വായിക്കാനായിട്ട് തുടങ്ങുക. അപ്പം പാസേജിൻ്റെ ഫസ്റ്റ് ഏരിയകളിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് സമയം ലാഭിക്കാം. പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ആസ് എ ബിഗിനർ എന്ന നിലയ്ക്ക് നിങ്ങൾ പാസേജ് വായിച്ച് തന്നെ പോവുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പാസേജ് വായിച്ച് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം നിങ്ങളത്ര വലിയതായിട്ട് വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വായിച്ച് ചെയ്യാനായിട്ട് പാടുള്ള ഒരാളാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ബിഗിനർ എന്ന നിലയ്ക്ക് ഒരു ചെറിയ പാസേജസ് വായിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു സ്കില്ല് അക്വയർ ചെയ്യുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്കൊരു 10-15 ദിവസം അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജിലോട്ട് പോയി പാസേജിൽ നിന്ന് ഫസ്റ്റ് തന്നെ ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാസേജസ് വായിച്ചിട്ട് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുക. പക്ഷേ എക്സാം സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജ് തിരിച്ച് ചെയ്യണം. ഓക്കെ, അത് നിങ്ങളുടെ സമയം ലാഭിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജിൽ. ഇതിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഡബിൾ അഡ്വാൻറ്റേജ് ആണ്. ഒന്ന് ഇംഗ്ലീഷിനും ഒന്ന് നമുക്ക് GKക്കും അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ ഇംഗ്ലീഷ് സെക്ഷനിൽ നോക്കേണ്ട കാര്യം. അതിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജസിൽ മാക്സിമം പോയാൽ 10-11 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 10-12
അതിൽ കൂടുതൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഈ വർഷം എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും നമ്മളുടെ സിലബസൊക്കെ ഇത് തന്നെയാണ്, പക്ഷെ അതിൽ എത്ര ക്വസ്റ്റ്യൻ ചോദിക്കണം, അത് ആ ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, ഇപ്പോൾ പാസേജ് ഇപ്പോൾ സിമ്പിളായിട്ടാണ് ചോദിക്കുന്നത്, ഇനി വേണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ലെവൽ കയറ്റാം. അതൊക്കെ അവരുടെ എക്സാം കൺട്രോളേഴ്സിൻ്റെ കയ്യിലിരിക്കുകയാണ്. അവർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഇടുന്ന അനുസരിച്ചിരിക്കും. പക്ഷെ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും പാസേജും ഇതൊക്കെ സിലബസൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും. അതിൽ ഇതുവരെയായിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ്, അതായത് മിനിമം 5 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, മാക്സിമം 10-12 പാസേജ്, എല്ലാം സിമ്പിൾ പാസേജാണ്. ഇത്രയും. അപ്പം ഇതിൽ നിങ്ങൾക്കിപ്പം 60 ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. 60 ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 20-25 ക്വസ്റ്റ്യൻ ഗ്രാമർ, 20 ക്വസ്റ്റ്യൻ വൊക്കാബുലറി, ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻ റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ്. ഈ ഒരു നിലയ്ക്കാണെങ്കിൽ 60 ക്വസ്റ്റ്യൻ, അപ്പോൾ ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻ്റെ അടുത്താവുന്നുണ്ട്. അങ്ങനെയായിരിക്കും വരുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാ ഏരിയയും ഗ്രാമറിൽ നിന്നും ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, റീഡിംഗ് കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ട്. ഇനി നമുക്ക് ബുക്സ് ടു റെഫർ, എന്തൊക്കെ ബുക്സ് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഉള്ള സംശയമാണ്, എന്തൊക്കെ ബുക്സ് വേണം റെഫർ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞ റെൻ ആൻഡ് മാർട്ടിൻ്റെ ഒരു ബുക്കുണ്ട്, ഒരു റെഡ് കളർ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ആൻഡ് ഗ്രാമർ ബൈ റെൻ ആൻഡ് മാർട്ടിൻ. അതൊരു റെഡ് കളർ ബുക്കാണ്. നിങ്ങൾക്ക് എനിക്കൊന്ന് ഓൺലൈനായിട്ടൊക്കെ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാലുള്ള ഒരു യൂസ് എന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് LLBക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിന് അത് യൂസ്ഫുള്ളാണ്. കാരണം ഇംഗ്ലീഷിന് ഈ ഒരു ബുക്ക് റെഫർ ചെയ്യാനാണ് പറയുന്നത്. ഈ ഒരു സംഭവം തന്നെ നിങ്ങൾ ഈ എൻട്രൻസിനും നിങ്ങൾക്ക് മേടിച്ചാലും നഷ്ടമല്ല. നിങ്ങൾ LLBക്ക് തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് അത് യൂസ്ഫുള്ളാവും. പിന്നെ ജനറൽ ഇംഗ്ലീഷ് ബൈ RS അഗർവാൾ യൂസ് ചെയ്യാം. അല്ല, നിങ്ങളുടെ നാഷണൽ ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഒരുപാട് ഗൈഡുകളൊക്കെ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ, അത് ആ നാഷണൽ ലോ എൻട്രൻസ് എക്സാമിലെ ഇംഗ്ലീഷ് പോർഷൻസൊക്കെ ഇംഗ്ലീഷ് ഏരിയാസൊക്കെ നമുക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ PSC ബാങ്ക് എക്സാമിനൊക്കെ ഒരുപാട് ഇംഗ്ലീഷിനുള്ള ബുക്കുകൾ. അപ്പോൾ PSC എക്സാമിൻ്റെ ബുക്കിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നും ഇംഗ്ലീഷും അതിൻ്റെ മലയാളത്തിൽ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് അത്രയും പാടുള്ളവർ അതൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ബേസിക്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് ഇത്രയാണ് ബുക്സിൻ്റെ കാര്യം പറയാം. ഓക്കെ, ഇത്ര ബുക്സ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഏതെങ്കിലും ഇത്ര ബുക്സാണ് നമുക്ക്, ഈ ടൈപ്പ് ബുക്സാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഗ്രാമർ ബുക്സൊക്കെ യൂസ് ചെയ്യാം. കാരണം സ്കൂൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഗ്രാമറിന്. പിന്നെ വെബ്സൈറ്റ്സ്, ഏതൊക്കെ വെബ്സൈറ്റ്സ്, എക്സാം വേദ വെബ്സൈറ്റ് നോക്കാം. എക്സാം വേദ, പിന്നെ ഇൻ്റർവ്യൂ മാനിയ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് കണ്ടിട്ടുണ്ട്. അതിൽ കുറേ പാസേജസ് ഒക്കെ വരുന്നുണ്ട്. അതിൽ പാസേജസ് ഒക്കെ സിമ്പിളായിട്ടുള്ള പാസേജസും മീഡിയം ഹാർഡ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പാസേജസ് ഒക്കെ ഉണ്ട്. അതുപോലെ എംബൈബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്കും അതുപോലെ നേരത്തെ പറഞ്ഞ ബുക്സിൻ്റെയൊക്കെ ലിങ്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാനത് ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അതിലിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ വെബ്സൈറ്റ്സ് ഇനിയും ഉണ്ട്. അപ്പോൾ ഇപ്പം ഈ ഒരു വെബ്സൈറ്റ്സൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് യൂസ് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ഓരോ ഗ്രാമറിൽ ഓരോ ടോപ്പിക്ക് സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് വെബ്സൈറ്റ്സ് വരുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓൺലൈനായിട്ട് ഒരുപാട് സൈറ്റുകളുണ്ട് ഇംഗ്ലീഷിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആ ടോപ്പിക്ക് വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്താൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് അതിലിടുന്നുണ്ട്. കാരണം ഒരുപാട് പേര് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും അതുപോലെ വർക്ക് ചെയ്തിട്ട് ഇപ്പം പ്രത്യേകിച്ച് കോഴ്സ്, അതായത് ഒരു ക്രാഷ് കോഴ്സിനോ അല്ലെങ്കിൽ ഒരു കോച്ചിങ്ങിനോ ചേരാതെ പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾ വേറെ കോഴ്സിന് ചേർന്നിട്ട്, അതായത് കോച്ചിങ്ങിനൊക്കെ ചേർന്നിട്ടുള്ളവർക്കും നിങ്ങൾക്കിതിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ആക്സസ് ചെയ്യാം. അതുപോലെ എക്സാം നോട്ടിഫിക്കേഷൻസൊക്കെ ഫസ്റ്റ് അതിനകത്തായിരിക്കും ഇടുന്നത്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിയർ ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.